അപ്പോൾ ആയുർവേദം ഓക്കെ അതെന്താ സംഭവം, ആയുർവേദമൊക്കെ ഡോക്ടർമാരാണോ എന്നൊക്കെയുള്ളൊരു തോട്ട് പ്രോസസ്സ് ആയിരുന്നു അന്നൊക്കെ. എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ആയുർവേദ ഡോക്ടറും ആദ്യത്തെ ഓൺട്രപ്രണറും ഞാനാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു സാറിനോട് ഷമിത PSC ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞു. സാറിന് എന്താ എന്നോട് വലിയ ദേഷ്യമുണ്ട്. ഞാൻ രക്ഷപ്പെടുന്നതിൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നല്ലേ? ഞങ്ങളുടെ മറ്റേ പോസ്റ്റർ കെട്ടാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും തന്നെ രാത്രി പോകും. അപ്പോൾ ഇലക്കിഴുണ്ടെങ്കിൽ ഇല പറിക്കാൻ പോകും. ചിലപ്പോൾ നമ്മൾ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് ഷോയ്ക്ക് പോകും. തിരിച്ചൊരു ഇങ്ങനെ ഇല മറ്റേ എരിക്കിൻ്റെ ഇല കാണുന്ന സ്ഥലത്ത് നിർത്തണം. ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. മിടുക്കി. ഇപ്പൊ വീടിന്റെ കീഴിൽ കമന്റ് ചെയ്തു, വീട്ടിലെ പൈസ ഉള്ളവർക്ക് അങ്ങനെ എന്ത് സാധിക്കും? ഒരു ക്ലിനിക്ക് നടത്തുന്ന അല്ലെങ്കിൽ ഒരു റൺ ചെയ്യുന്നതിന് ഇവിടെ കൊച്ചിയിൽ അല്ലെങ്കിൽ ഇപ്പം നിയർ ബൈ ആയിട്ട് ഏറ്റവും ചെറിയ പൈസയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എവിടെ കിട്ടും ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആയുർവേദം ചൂസ് ചെയ്തില്ല, ആയുർവേദം എന്നെ ചൂസ് ചെയ്തതാണെന്ന് ഞാൻ പറയാറ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരുപാട് പഠിക്കുന്ന ഒരു പെൺകുട്ടി, നന്നായി പഠിച്ച് വലിയ നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഒരു ബാല്യമായിരുന്നു അവൾക്ക്. സ്വാഭാവികമായിട്ടും നന്നായി പഠിക്കുന്നതുകൊണ്ട് തന്നെ മാതാപിതാക്കളും കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ആ കുട്ടിയെ ഒരു MBBS ബിരുദധാരിയാക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഒരുപാട് സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് അവൾക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഒരു ആയുർവേദ ഡോക്ടർ എന്ന വലിയ പദവിയിലായിരുന്നു. ഡോക്ടേഴ്സ് ഓൺട്രപ്രണേഴ്സ് ആകുന്ന ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ആ നാട്ടിൽ നിന്ന് തന്നെയാണ് ഡോക്ടർ ഷമിത ഇന്ന് ആയുർവേദത്തിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര നേടിയെടുത്തിരിക്കുന്നത്. സോ ഞാൻ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ് ഡോക്ടർ ഷമിതയെ. സ്വാഗതം ഡോക്ടർ. വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇതിനു മുന്നേ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ആയുർവേദ ഡോക്ടേഴ്സ് വന്നിട്ടില്ല. ഒന്ന്. രണ്ട്, ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അവർ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്യായിരിക്കും. ഇല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ലൈക്ക് ഇപ്പം ഡെർമറ്റോളജി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈക്കോളജി ഇങ്ങനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഒരു ആയുർവേദം പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടർ ഞങ്ങളുടെ ഹോട്ട് സീറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഥ പറയും. ഡോക്ടർ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നതും ഡോക്ടറുടെ പേരോട് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇത്രയും വലിയൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഡോക്ടർ എടുത്തൊരു ടൈം പീരീഡാണ് വെറും 2 വർഷം. അത് കൈയടിക്കേണ്ട ഒരു കാര്യമായിരുന്നു. സോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഡോക്ടറുടെ വേറെ ബോട്ട്സ് ഞങ്ങളുടെ സ്പാർക്കിൽ കഥ പറയാൻ വരുന്ന എല്ലാവരോടും തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഡോക്ടറുടെ സ്വദേശം എവിടെയാണ്? ഞാൻ കണ്ണൂർ. കുറച്ചും കൂടി എനിക്ക് തോന്നി ഇപ്പം എല്ലാ ആൾക്കാരോടും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെ പറയാം, പിണറായിലാണ്. വളർന്നൊക്കെ അവിടെ തന്നെയാണ്. അതെ. ആദ്യമൊക്കെ ഞാൻ പഠിച്ചത് അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് വയനാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അന്നൊക്കെ പിണറായി എന്ന് പറയുന്ന സമയത്ത് പിണറായി വിജയൻ്റെ കുടുംബ പേരാണെന്ന് കൂടുതൽ ആൾക്കാരും ഒരു ഗ്രാമമാണെന്ന് അത് എക്സാക്ട്ലി ഒരു ഗ്രാമമാണ്. അവിടെ നിന്നാണ് വരുന്നത്. അത് പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ ആയിട്ട് പിണറായി എന്നുള്ളൊരു ഗ്രാമം എന്ന് പറയാൻ പറ്റുന്നത്. ഈ MBBS നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നം സ്വന്തമായിരുന്നോ അതോ പേരൻസിൻ്റെ ആയിരുന്നോ? എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ ആവുക, അത് ഞാനാണോ ആദ്യം പറഞ്ഞത്, പാരൻസ് ഇങ്ങോട്ട് പറഞ്ഞാണോ, കോഴിയാണോ മുട്ടയാണോ എന്നുള്ള ചോദ്യം പോലെ ഒരു കൺഫ്യൂസിങ് ആണ്. ഇപ്പം പാരൻസിനും ആരാണെന്നുള്ള ഇപ്പം എല്ലാ ആൾക്കാർക്കും ഒരു കൺഫ്യൂസിങ് ആണ്. പക്ഷേ എനിക്കതിൽ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് MBBS എന്നുള്ളത് മാത്രമാണ് ഡോക്ടർ എന്നുള്ളത്. ബാക്കിയൊരു എൻ്റെ കുടുംബത്തിൽ പോലും ഒരു ആയുർവേദ ഡോക്ടറെ ആർക്കും കണ്ടിട്ടോ കേട്ടിട്ടോ പരിചയമില്ല. അപ്പോൾ +2 കഴിയുന്നു. സ്വാഭാവികമായിട്ടും എൻട്രൻസ്, അന്നൊക്കെ എനിക്ക് മാത്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻസൊക്കെ +2 കഴിയുന്ന സമയത്ത് +2ൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എന്തിനാ നീ MBBS എൻട്രൻസ് അല്ലേ എന്നുള്ള ടീച്ചേഴ്സും എല്ലാ ആൾക്കാരും ഓക്കെ. അപ്പോൾ ഞാനും ഓക്കെ MBBS ഓക്കെ എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഫസ്റ്റ് എൻട്രൻസ് എഴുതുന്ന സമയത്തെ ആയുർവേദം കിട്ടുന്ന റാങ്കായിരുന്നു. MBBS കിട്ടില്ല, നമ്മളധികം പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആയുർവേദം ഓക്കെ അതെന്താ സംഭവം, ആയുർവേദമൊക്കെ ഡോക്ടർമാരാണോ എന്നൊക്കെയുള്ളൊരു തോട്ട് പ്രോസസ്സ് ആയിരുന്നു അന്നൊക്കെ. അത് കഴിഞ്ഞ്, കാരണം ആരും അറിയില്ല, അത് കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു. എൻ്റേതായിട്ടുള്ള കുറേ മണ്ടത്തരങ്ങൾ കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് നമ്മളത് എനിക്ക് ഇപ്പം തോന്നുമ്പോൾ അത് നല്ല, അതായത് ആയുർവേദം എന്നെ ഇൻവൈറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു.
എന്ത് പറ്റി? എന്താ ഇത്രയും സ്വപ്നം കണ്ടിട്ട് പോലും MBBS നേടിയെടുക്കാൻ സാധിക്കാതിരുന്നത്? ആക്ച്വലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ എല്ലാവരും ഏതെങ്കിലും കോമ്പീറ്റിംഗ് എക്സാമിന് പോകുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ 85th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ 86th ക്വസ്റ്റ്യൻ OMR ടിക്ക് ചെയ്തിട്ട് OMR ഫില്ല് ചെയ്യാന്നുള്ളൊരു ശീലമായിരുന്നു ഞാൻ അന്ന്. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് 86th ക്വസ്റ്റ്യൻ 85th മാർക്ക് ചെയ്തു. അങ്ങനെ 120th ക്വസ്റ്റ്യൻ വരെ ഞാൻ നേരെ മുകളിലത്തെ ഓപ്ഷനിലേക്ക്, അത് OMR പേപ്പറിലേക്ക് മാർക്ക് ചെയ്തപ്പോൾ ഒരു 35 ക്വസ്റ്റ്യൻസ് ഇംപ്രോപ്പർ. അപ്പോൾ അതിനകത്തേക്ക് ഒരു 35 ക്വസ്റ്റ്യൻസ് മാറുമ്പം എന്തായാലും എൻട്രൻസിൻ്റെ വിധി തന്നെ മാറും. ആദ്യത്തെ ഭയങ്കര ട്രൊമാറ്റിക് ആയിരുന്നു. കാരണം ഞാൻ കുറച്ച് ദിവസം അറിഞ്ഞില്ല. വീട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ കൂടെ കൊണ്ടുപോകുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അടിപൊളി, എന്തായാലും എന്താണെങ്കിലും കിട്ടും, റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ചു. അതെ, നമ്മൾ ലാസ്റ്റ് അതിൻ്റെ മുന്നിലത്തെ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും 200 ബിലോ എന്നുള്ള രീതിയിലേക്ക് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ യൂഷ്വലി നമ്മളെല്ലാവരും ചോദിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമെങ്കിലും ലിറ്ററലി കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ട് അവിടെ പോയിരിക്കുന്നതൊക്കെ ആലോചിച്ച് ആയിരുന്നു. കീ വന്ന സമയത്ത് പെട്ടെന്ന് കുറേ ക്വസ്റ്റ്യൻസ്, അത് ഇടയ്ക്ക് മാത്രം. ഇപ്പോൾ 2 C ഒന്നിച്ചുണ്ടാവുന്ന സമയത്ത് അവിടെ മാത്രം. പിന്നെയാണ് രണ്ടും ഈ ആൻസർ കീ നമ്മളതിൻ്റെ കൂടെ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ നമുക്ക് കിട്ടും ബാക്കിൽ. ഇപ്പോഴത്തെ ഒക്കെ സിസ്റ്റം ടോട്ടലി ഓൺലൈൻ ആയതുകൊണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് പോലെ കിട്ടുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് എക്സാക്ട്ലി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായത്. ആദ്യത്തെ കുറച്ച് കാലം ഭയങ്കര ട്രൊമാറ്റിക് ആയിരുന്നു. പിന്നെ ഒരു വർഷം കൂടി എഴുതാൻ ഭയങ്കര ഒരു പേടിയായിപ്പോയി. പഠിച്ചിട്ടും കിട്ടാത്തപ്പോൾ ഓക്കെ ഡെസ്റ്റിനി ഇതാണെന്ന് വിശ്വസിച്ച് ഡെൻറ്റിസ്ട്രിയിലേക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ഒരിക്കലും ആ ഒരു മോശമായിട്ടല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ട് ഡെൻറ്റിസ്ട്രി ഓപ്റ്റ് ചെയ്യാതെ ആയുർവേദം എന്നുള്ളത് എടുത്തു. ബട്ട് ഒരു മാസം കോളേജിൽ പോകുന്ന ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ കൂടെ എൻട്രൻസ് പ്രിപ്പറേഷൻ ചെയ്ത എല്ലാ ആൾക്കാരും MBBS ആണ്. അപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര റിസർവ്ഡ് ആയിപ്പോയി. കുറച്ച് കാലം ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങി. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും MBBS പോകുന്നു. അപ്പോൾ അയ്യോ ഞാൻ മാത്രം എനിക്കെന്തോ കുറവായിട്ടത് തോന്നിയത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ആയുർവേദത്തിനൊരു ടാക്ടിക്സ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് സാൻസ്ക്രിറ്റ് പഠിക്കുന്നത്. എനിക്കതുവരെ സാൻസ്ക്രിറ്റ് അറിയില്ല. പക്ഷെ ഇത് പഠിക്കുന്ന സമയത്തേക്ക് എന്നിലേക്കത് കുറച്ചും കൂടി എനിക്കത് വഴങ്ങുന്നതായിട്ട് തോന്നി. പഠിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് തോന്നി. ഒരു 1 മന്തിന് ശേഷം ഓക്കെ ഞാൻ ഒന്നാമത് മേ ബി റിയലൈസ് ചെയ്തതായിരിക്കാം, ഓക്കെ ഇതാണ് ഇനി എൻ്റെ മുന്നോട്ടേക്കുള്ള വഴിയെന്ന് റിയലൈസ് ചെയ്തു. എനിക്കത് കുറച്ചും കൂടി അക്സെപ്റ്റൻസ് വന്നു. എന്നെയും ആയുർവേദം സ്നേഹിക്കുന്നു, ഞാനും ആയുർവേദം സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ പോയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇതുവരെ എനിക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണ് MBBS സ്വപ്നം കണ്ട ഒരാൾ ആയുർവേദം, ആദ്യം പറഞ്ഞതുപോലെ ആയുർവേദം ഡോക്ടറെ ചൂസ് ചെയ്തതാണ് അല്ലേ? ഞാൻ എപ്പോഴും പറയും, ഞാൻ ആയുർവേദം ഇങ്ങനെയാണ് ആയുർവേദ ഡോക്ടറായി എന്ന് പറയും. ഞാൻ ആയുർവേദം ചൂസ് ചെയ്തല്ല, ആയുർവേദം എന്നെ ചൂസ് ചെയ്തതാണെന്ന് ഞാൻ പറയാറ്. ഓക്കെ, എവിടെ പഠിച്ചിട്ടപ്പോൾ? ഞാൻ BMS ചെയ്തത് പങ്കജസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിൽ. അത് കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി ഒരു ഹൗസ് ഏജൻസിയൊക്കെ കഴിഞ്ഞു. MD, നമ്മൾ യൂഷ്വലി എല്ലാ ആയുർവേദക്കാരും പോകുന്നൊരു പാത്ത് ഉണ്ട്. MD കഴിഞ്ഞ് യൂഷ്വലി എല്ലാ ആൾക്കാരും PSC പോകും. പക്ഷേ എനിക്കെന്തോ PSC എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു അന്നൊന്നും എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക് എന്നുള്ള രീതിയിലേക്കില്ല. നേരെ ഒരു കോർപ്പറേറ്റ് ഫീൽഡിലായിരുന്നു, ഒരു US ആൻഡ് കാനഡ ബേസ്ഡ് ആയിട്ടുള്ളൊരു ആയുർവേദ ജോലി കിട്ടി പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ. അതെ. അപ്പം നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ PSC എഴുതുന്നില്ല, നമ്മൾ സ്വന്തമായി ഒരു ക്ലിനിക്ക് ഇടുന്നില്ല, ഒരു ജോലി കിട്ടി സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുന്നു. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ ഒരു സാറ്, നമ്മൾ ഹൗസ് ഏജൻസിക്ക് മുമ്പ് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാവും. സാറ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും എന്ന് വെച്ചപ്പോൾ, അന്ന് വരെ എനിക്കറിയുന്നത് ഓക്കെ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിരിക്കുമല്ലോ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ ഹൗസ് ഏജൻസി 1 വർഷം, അത് കഴിഞ്ഞ് 3 വർഷം MD, അത് കഴിഞ്ഞ് വീണ്ടും 1 വർഷമുണ്ട്. അപ്പോഴേക്കും ഞാൻ PSC പ്രിപ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞു ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരിക്കും. പക്ഷേ ആ പീരീഡിലൊരു 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ റൂറൽ പോസ്റ്റിംഗ് ഉണ്ടാകും. അത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരിക്കും. നല്ലൊരു ഡോക്ടറായിരുന്നു എന്നെ ഗൈഡ് ചെയ്തത്. പക്ഷേ എനിക്ക് ആ ഒരു റൂറൽ പോസ്റ്റിങ്ങിന് പോയപ്പോൾ എനിക്ക് തോന്നി എന്നെ എക്സൈറ്റ് ചെയ്യുന്നൊന്നും അവിടെ ഇല്ല, ഇതല്ല എനിക്ക് പറ്റിയൊരു സ്ഥലം എന്ന് ഞാൻ അവിടുന്ന് റിയലൈസ് ചെയ്തു. അങ്ങനെ പതുക്കെ ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്നുള്ള ഒരു ആഗ്രഹം
പോയി, മനസ്സിൽ നിന്ന് പോയി. പക്ഷെ പിന്നെ എന്താണെന്നറിയില്ല. ഗവൺമെൻറ് ഡോക്ടർ അല്ല, അതല്ല എനിക്ക് ആവേണ്ടതെന്ന് മനസ്സിലാവുന്നു. പക്ഷേ എന്നാലൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞു ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ ശരിയാവില്ല, ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. ഞാൻ പിന്നെ ആലോചിച്ച് നോക്കി, MD എടുത്തിട്ട് ഗവൺമെൻറ് PSC ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ അതായിരിക്കാം. പക്ഷെ അവിടെ എത്തിയപ്പോഴും ആയുർവേദ കോളേജിൽ, ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രം, അതെനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് നേടിയൊരു കോളേജാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും അവിടെ നിന്ന് എന്നോട് എൻ്റെ ഗൈഡ് ഡോക്ടർ TV ശ്രീനി സാറ് പറഞ്ഞു സൈക്കോളജി പഠിക്കുമെന്ന് പറഞ്ഞു. മേ ബി സാറ് പറഞ്ഞാൽ ഞാനൊരു പീപ്പിൾ പേഴ്സണാണ്, കുറച്ചും കൂടി ആൾക്കാർ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് സൈക്കോളജി പഠിക്കാൻ പോയി. അത് പാരലലി വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു സാറിനോട് ഷമിത PSC ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞു. സാറിന് എന്താ എന്നോട് വലിയ ദേഷ്യമുണ്ടോ? ഞാൻ രക്ഷപ്പെടുന്നതിൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നല്ലേ? സാർ ഷമിതയ്ക്ക് പറ്റിയതല്ല PSC. അതെന്താ എനിക്ക് പറ്റിയതല്ലേ PSC? അതെന്താ സാറെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയി. സാർ ഒരിക്കലും, കാരണം എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, സാറ് ബാക്കിയുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നു, PSCക്ക് പഠിക്കൂ, എക്സാം അല്ലേ വരുന്നത്. എന്നോട് പറഞ്ഞു ഷമിത PSCക്ക് പോകണ്ട, ഷമിതയ്ക്ക് പറ്റിയതല്ല. ഞാൻ ടോട്ടലി കൺഫ്യൂസിങ് ആയി. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും സാറിനോട് ചോദിച്ചു, സാർ എന്താ അങ്ങനെ പറഞ്ഞത്? സാറിന് PSC ചില ആൾക്കാർക്ക് PSC ഭയങ്കര നല്ലതാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം PSC ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗ്രോ ചെയ്യാനുള്ള ഒന്നും പിന്നെ ചെയ്യാനില്ല. സാറ് വളരെ നല്ല രീതിയിൽ ഷമിതയ്ക്ക് കുറച്ചും കൂടി നന്നായിട്ട് പോകാൻ പറ്റും എന്ന രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാറ് പറഞ്ഞു. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി സാർ എന്നെ വിളിച്ചിട്ട് വന്നു, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഷമിതയ്ക്ക് PSC പറ്റിയതല്ല. ഞാൻ നോക്കി ഇപ്പം എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ലാസ്റ്റ് വീക്ക് നാട്ടിൽ പോയ സമയത്തും എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, അയ്യോ എന്നാലും ഗവൺമെൻറ് PSC എഴുതായിരുന്നു. അത് നമ്മൾ മലയാളികളുടെ, എസ്പെഷ്യലി ഇപ്പോൾ ഫാദർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ആൾക്കാർ കാണുന്നതേ അങ്ങനെയായിരിക്കും. എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ഫാമിലിയിൽ എങ്ങനെയാണെങ്കിലും ആൾക്കാർ ഏത് സ്ട്രീം പഠിച്ചു കഴിഞ്ഞാലും എത്തുന്നത് ഏതർ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഞാൻ മാത്രമാണ് അതായത് എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ആയുർവേദ ഡോക്ടറും ആദ്യത്തെ ഓൺട്രപ്രണറും ഞാനാണ്. അടിപൊളി. അതിൻ്റെതായ പ്രിവിലേജസ് ഒക്കെ കിട്ടി തുടങ്ങിയോ? പ്രിവിലേജസ് ഇപ്പം അവരുടെ ഉള്ളിൽ ഏറ്റവും വലിയൊരു അംബാനിക്ക് താഴെ എന്നുള്ള രീതിയിലാണ് അവരെന്നെ കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല. കസിൻസ് ഒക്കെ എന്നാലും ഞാൻ അങ്ങനെയൊന്നും അല്ല. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഓൺട്രപ്രണർ ആയി കഴിയുമ്പോഴേ നമ്മുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, മാനറിസം ഒക്കെ മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പലരെ കാണുമ്പോഴും. കാരണം അവർ കുറച്ചുകൂടി ഒരു ഹൈറാർക്കി വരും. അവിടെ നമ്മൾ സ്റ്റാഫിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും പേഷ്യൻസിനെ കാണുന്നത്, മറ്റേ നമ്മൾ പേഷ്യൻസിനെ കാണുന്ന ആരാ, നമ്മുടെ അവിടെ വരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, പോകുന്നു. ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന രോഗി മാത്രമല്ല, നമ്മുടെ ഒരു കസ്റ്റമറുണ്ട്. അപ്പം നമ്മളൊരു കസ്റ്റമർ കെയർ എന്ന് പറയുന്ന സാധനത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ മാനറിസവും ആറ്റിറ്റ്യൂഡൊക്കെ മാറും. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും. എൻ്റെ അടുത്ത് പറയും നിന്റെ സംസാരമൊക്കെ മാറി, മേ ബി ക്ഷമ വന്നതായിരിക്കും. അതായത് 2 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയത് ഒരു ഫീമെയിൽ തെറാപ്പിസ്റ്റും ഞാനും മാത്രം കൂടി ഒരു കുഞ്ഞു സ്പേസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം അത് അവിടെ നിന്ന് ഒരാളെ നമുക്ക് മാനേജ് ചെയ്യുന്ന വെരി ഈസി ഞാൻ പറയില്ല, കുറച്ചും കൂടി ഈസിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ 25 പേരെ ഒരേ സമയത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ ടൈമിൽ അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ പല ക്ഷമയോടുകൂടി സംസാരിക്കേണ്ടി വരും, പലതും നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണേണ്ടി വരും. പലതരത്തിലും നമുക്കിപ്പോൾ ഒരു ചെസ്സ് കളിക്കുന്നത് പോലെ ശരിക്കും ജീവിതത്തെ കൊണ്ടുപോകേണ്ട ഒരു സമയത്ത് മേ ബി അതായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ പറയും ഒരു ഇരുത്തം വന്നെന്ന് അല്ലേ? അതെ, അതെനിക്ക് തോന്നിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീങ് എൻ ഓൺട്രപ്രണർ ആദ്യം നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് നമ്മളുടെ ആ ഒരു പോസ്റ്ററൽ കറക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പണ്ടുള്ളതിനേക്കാളും നമ്മുടെ കോൺഫിഡൻസ് മുഖത്ത് കാണും. നമ്മളൊരിക്കലും കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ആ കോൺഫിഡൻസ്, കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആയാൽ മാത്രമേ നമുക്ക് മുന്നിലുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ കോൺഫിഡൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു നമ്മുടെ വാക്കിംഗ് സ്റ്റൈലിലൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ ഈ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ടൊരു ജോലിക്കാണ് പോകുന്നത്. എവിടെയാണ് ജോലിക്ക് പോകുന്നത്? ജോലിക്ക് പോയത് കോവിഡ് ടൈമിലാണ് MD കഴിഞ്ഞത്. അപ്പോൾ ഭയങ്കരമായിട്ട് ജോലി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് PSC എനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലായി. ഞാൻ
ഒരുവിധപ്പെട്ട എല്ലാ ആയുർവേദ സെൻറ്ററിലേക്കും സി വി അയച്ചു അവസാനം ആയുർവേദ സെൻറ്ററിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അലോപ്പതി ഹോസ്പിറ്റലിൽ കളിക്കും, നിങ്ങൾക്കൊരു ആയുർവേദ വിങ്ങൊക്കെ തുടങ്ങിക്കൂടെ എന്ന രീതിയിൽ വരെ ക്രിയേഷൻ അല്ലേ, എക്സാക്ട്ലി എന്ന രീതിയിൽ വരെ മെയിൽ അയച്ചു. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോഴും എനിക്ക് തോന്നുന്നു എന്നിലൊരു ഓൺട്രപ്രണർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെയുള്ളൊരു എൻ്റെ കൂടെ MD ചെയ്ത ഒരു ചേച്ചി, ആളെൻ്റെ UG സീനിയറാണ്, MD സെയിം ബാച്ചുള്ള ഒരു ഡോക്ടർ കൂടി. ഞങ്ങളൊരു കോവിഡ് ടൈം ആണല്ലോ, കോളേജസ് ഒന്നും ഇല്ലല്ലോ, ഒരു ഓൺലൈൻ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തു. ബിക്കോസ് വി വർ വെരി പ്രിവിലേജ്. ഞങ്ങൾ ആയുർവേദ കോളേജിൽ ഒരു ഏകദേശം ഒരു 100 ഡിഫറെൻറ്റ് സബ്ജക്റ്റിലുള്ള 100ഓളം PGക്കാർ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്യാവശ്യം എക്സ്ട്രോവേർട്ടും എല്ലാ ആൾക്കാരുമായിട്ട് കമ്പനിയായിരുന്നു. അപ്പോൾ എനിക്കറിയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് 39 ഡിഫറെൻറ്റ് PG ഹോൾഡേഴ്സിനെ വെച്ചിട്ട് ഒരു ഓൺലൈൻ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോം ഫോർ BMS സ്റ്റുഡൻസ്, അത് കുഴപ്പമില്ലാതെ അത് റൺ ചെയ്ത് പോകുന്നു. പാരലലി ഞാൻ ഈ റെസ്യൂമി അയച്ചതിൽ നിന്നും ഒരു സ്ഥലത്ത് ഞാൻ പ്ലേസ്ഡ് ആവുന്നു. അതൊരു വർക്ക് ഫ്രം ഹോം ആയിരുന്നു, US ആൻഡ് കാനഡ ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ കൺസൾട്ടൻ്റ് ആയിട്ടായിരുന്നു. ആൻഡ് ഇവൻച്വലി ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് പോസ്റ്റ്. അപ്പോൾ അവിടെ കിട്ടിയ എക്സ്പോഷർ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്ത 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്കറിയാലോ. ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് അത്രയും നമുക്കും എക്സ്പോഷർ കിട്ടുകയാണ്. ഈവൻ ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലിറ്ററലി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും, എനിക്കവിടെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പുലിവാൽ കല്യാണത്തിൽ ജഗതി ഒരു ബനിയനിട്ടിട്ട് ബാക്കിയുള്ളൊരു കോട്ടിട്ടിരിക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആ C കാറ്റഗറിയുള്ള ആൾക്കാർ, ഒരാൾ നാസയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഒരാൾ ജാപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഓഫീസർ CTO, CEO ഒരു അലോപ്പതി ഡോക്ടറാണ്. ആൻഡ് US റിസർച്ച് ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഒരേ ഒരു ആയുർവേദ ഡോക്ടർ, ആൻഡ് ദാറ്റ് ഈസ് എൻ ആയുർവേദിക് കമ്പനി. അപ്പോൾ അതിൽ ആയുർവേദ ഡോക്ടർ ആവുന്ന സമയത്ത് ഇവരൊക്കെ കൂടിയാണ് ഞാൻ നോളജ് ഷെയർ ചെയ്യുന്നത്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് കോർപ്പറേറ്റ് ലൈഫ്, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ചും കൂടി സ്വപ്നം കാണുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി. ഓക്കെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയുർവേദം കഴിയുന്നു, MD കഴിയുന്നു, ഒരു PSC കിട്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ക്ലിനിക്ക് വെച്ച് പോകുന്നു എന്നുള്ള മാത്രമല്ല, ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആൻഡ് കുറച്ചും കൂടി നമ്മളിലുള്ള കോൺഫിഡൻസ് അവിടെ നിന്ന് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളെ എനിക്ക് കൺസൾട്ട് ചെയ്ത് അവർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഒരു 1 hour അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരൊരു കുറച്ചും കൂടി നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തു. പാരലലി കൺസൾട്ടൻ്റായിട്ട് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നു. ആൻഡ് എൻ്റെ ഹസ്ബൻഡ് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഇൻവിറ്റിന് കല്യാണം കഴിഞ്ഞു. കല്യാണം PG സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് പല ബാക്കിയുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ഹസ്ബൻഡ് വെരി സപ്പോർട്ടിങ് ആയിട്ടുള്ള, ഓക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന്, അതിൻ്റെ കൂടെ മോറൽ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഞങ്ങളിങ്ങനെ പല തരത്തിലുള്ള പ്ലാനിങ്, ഇടയ്ക്ക് നമ്മളൊരു വീക്കെൻഡിലൊക്കെ നമ്മൾ പ്ലാനിങ് കമ്മിറ്റി എന്നുള്ള രീതിയിലേക്ക് ഞാനും ഹസ്ബൻഡോട് കുറേ ആൾക്കാർ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കും. അവരൊരു എവിടെ വന്ന് കാണാൻ പറ്റും, വീട്ടിൽ വന്ന് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡോക്ടർ ഒരു കൺസൾട്ടൻ്റ് എവിടെയെങ്കിലും പോയിരുന്ന ഓക്കെ അല്ലേ. ഞാനിങ്ങനെ നിയർ ബൈ ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ചോദിക്കുന്നപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം സാലറി സ്കെയിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തിനാ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുന്നത്, സ്വന്തമായിട്ടൊന്ന് തുടങ്ങിക്കൂടെ. അതായിരുന്നു ലൈഫിലെ ടേണിംഗ് പോയിന്റ്, ആ ചോദ്യം. എക്സാക്ട്ലി. അതിനോടൊപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്, കോർപ്പറേറ്റ് ലൈഫിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഹെൽത്ത് കോംപ്രമൈസ്ഡ് ആയി തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ, അതായത് ഈ ഭയങ്കരമായിട്ട് ഈ എന്താ പറയണ്ടേ, ഓവർ കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് കോംപ്രമൈസ്ഡ് ആയപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഈ ഡോക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി ഒന്ന് ഇതാവുന്നത്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുണ്ടായി. പ്രഗ്നൻസി ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റി ഫേസിലും C-section കഴിഞ്ഞിട്ട് 3rd month തൊട്ട് ഞാൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്ക് കുറച്ച് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹസ്ബൻഡിന് പറഞ്ഞു, എന്തിനാണ് നീ വെറുതെ ഇരിക്കുന്നത്, നീ വെറുതെ ഇരുന്നാൽ നിനക്ക് തന്നെ പ്രശ്നമാണ്, നീ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേങ്കിൽ നമ്മൾ ഹെൽത്തിനെ കുറച്ചും കൂടി കോംപ്രമൈസ് ചെയ്തു എന്ന് തോന്നി. അപ്പോൾ അവർ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതിനു മുമ്പേ അവരെനിക്ക് വാർണിംഗ് തരുന്നുണ്ട്, എന്തിനാണ് ഷമിത ഇങ്ങനെ ഓവർ ടയർ ചെയ്യുന്നത്. ഷമിത ഇത്ര ഓവർ ടയർ ചെയ്യുന്ന സമയത്ത് ഷമിതയുടെ പ്രൊഡക്ടിവിറ്റി കുറയും, അപ്പോൾ ഞങ്ങൾക്ക് വേറെ ആളെ നോക്കേണ്ടി വരും.
അവരിതിനു മുമ്പേ സിഗ്നൽസ് തരുന്നുണ്ടായിരുന്നു. ഒരു അൺസർട്ടനിറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നോട് ഒരു കാര്യം ചെയ്യും, പക്ഷെ അത് കുറച്ച് കാലം ലീവ് എടുക്കൂ. ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ ഇത്രയും ഓവർ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പെട്ടെന്നൊരു ലീവ് എടുത്തു എന്ന് പറയുന്ന സമയത്ത് എന്താ ഞാൻ ചെയ്യുക? ഒരു ഫോഴ്സ്ഫുൾ ലീവ് അല്ലേ? ഫോഴ്സ്ഫുൾ ലീവ്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് സ്റ്റക്കായി. ദെൻ അവിടെ നിന്നാണ് ഞാൻ ബാക്കി ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നു. മീൻ വൈൽ കുറച്ചും കൂടി എൻ്റെ പ്രൊഫൈൽ പാരലലി ഞാനൊരു 3-4 സ്ഥലത്ത് വർക്ക് ചെയ്ത് പ്രൊഫൈൽ കുറച്ചും കൂടി ബെറ്റർ ആയപ്പോൾ സെയിം കമ്പനി തന്നെ എന്നെ റീകോൾ ചെയ്തു. ഓക്കെ, എൻ്റെ പ്രൊഫൈൽ കുറച്ചും കൂടി വലുതായപ്പോൾ അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസിലേക്കും കൂടി എത്തി. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു അൺസർട്ടനിറ്റി പോയിന്റ് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു ആ ഒരു റിയലൈസേഷനിലേക്ക് ഞാൻ എത്തി. ഞാനും ഹസ്ബൻഡും കൂടി ആലോചിച്ച് അതൊരു 2024 ജാനുവരിയിൽ ഞങ്ങൾ ഒരു ലക്ഷർ ട്രിപ്പായിട്ട് ദുബായിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ പോയി, ആയുർവേദ കോൺക്ലേവ്. അവിടെയും ഇഷ്ടംപോലെ ആയുർവേദ ഡോക്ടേഴ്സ്, കുറേ പേര് സ്വന്തം ക്ലിനിക്ക് നടത്തുന്നവർ. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നു, ഓക്കെ നമുക്ക് പുതുതായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാം. ജാനുവരിയിൽ തീരുമാനമെടുത്തു. സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി തുടങ്ങി. നാട്ടിൽ വന്ന സ്ഥലം ഫെബ്രുവരി 29 അഡ്വാൻസ് കൊടുക്കുന്നു. April 22 ഇനോഗ്രേറ്റ് ചെയ്യുന്നു. ഒരു മാസം കൊണ്ടോ? 1.5 മാസം കൊണ്ട്. ഓ, മിടുക്കിയാണല്ലോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടുപിടിച്ച് അവസാനമാകുമ്പോഴേക്കും അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരാളെ കണ്ടുപിടിച്ച്, അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനെ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പം എല്ലാം, അതായത് ഞാനിപ്പോൾ പറയും എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ഏത് ജോലിയും ഞാൻ ചെയ്യും. കാരണം ഒരു ഫീമെയിൽ തെറാപ്പിസ്റ്റും ഒരു ഓൺ കോൾ ആയിട്ട് ഒരു ഇൻ കേസ് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഓൺ കോൾ ബേസിലൊരു മെയിൽ തെറാപ്പിസ്റ്റും ബാക്കി ഞാനും. അപ്പോൾ ഈവൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എനിക്കറിയില്ല, ഞാനാകെ അതിനൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് ഓക്കെ എൻ്റെ ഒരു വർഷത്തെ സാലറി ഒന്ന് കോംപ്രമൈസ്, വേഴ്സ്റ്റ് കേസ് സിനാരിയോ എക്സ്പെക്ട് ചെയ്തിട്ടാണ് യൂഷ്വലി ഞാൻ കാലെടുത്ത് വെക്കാറ്. അപ്പോൾ ഓക്കെ ഞാൻ ഒരു വർഷത്തെ സാലറി ഞാൻ വർക്ക് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കാം. പിന്നെ എൻ്റെ കുറച്ച് സേവിങ്സും, ലോൺ എടുക്കാതെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ഒരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പേടിയിൽ ഒരു കുഞ്ഞു സ്പേസിൽ. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആദ്യത്തെ? 750 സ്ക്വയർ ഫീറ്റ്. 750 സ്ക്വയർ ഫീറ്റ്. ഒരു ആയുർവേദ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു കൺസൾട്ടേഷൻ റൂം, റിസപ്ഷൻ, 2 ട്രീറ്റ്മെൻറ്റ് റൂം. ഇപ്പം അതിനേറ്റവും അതായത് 2 ട്രീറ്റ്മെൻറ്റ്, ഒരു വാഷ്റൂം, രണ്ടിനും കൂടി അറ്റാച്ച്. കാരണം എനിക്ക് ആ സ്പേസ് അത്രയും കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ അപ്രോച്ച് ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആയി. അതിൽ തന്നെ രാവിലെ ഇപ്പം ഞാനും അമ്മയൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ ഞാനും അമ്മയും ഹസ്ബൻഡൊക്കെ ഇരുന്ന് സംസാരിക്കും. രാവിലെ കുറച്ച് നേരത്തെ പോകും, എന്താ ഷട്ടർ അടച്ചിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യും. ചോടാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തെറാപ്പിസ്റ്റ് വരും. പിന്നെ നമുക്ക് ടെലികോളിംഗ് സ്റ്റാഫിൽ റിസപ്ഷനിസ്റ്റ് ഇല്ല. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ തന്നെ ഫയൽ കൊടുക്കും. അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ഫ്രീ ആണെങ്കിൽ തെറാപ്പിസ്റ്റ് രജിസ്ട്രേഷൻ ക്ലാസ്സിന് നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ എടുത്ത് കഴിവെക്കുന്നു പറഞ്ഞാൽ എല്ലാ പണി നമ്മൾ തന്നെ. അതെ, ടെലികോളിംഗ് വരുന്ന കോൾസിന് ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യും. കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും. ഇതൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇത് ഫാർമസിസ്റ്റ് ഞാനായിരുന്നു. എല്ലാം നമ്മൾ തന്നെ. എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ട്? കാരണം BMS പഠിക്കുന്ന സമയത്ത് കോളേജിലെ ഏറ്റവും മികച്ചൊരു കുട്ടിയായിരുന്നു. PG ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെയായിരുന്നു. ഹൗസ് സർജൻസിക്ക് പോയപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്റ്റേഷനുള്ള, ഒരുപാട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. വർക്ക് ചെയ്തും ഒരു MNC-ലാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു 750 സ്ക്വയർ ഫീറ്റിലേക്ക് മാറുന്നു. അവിടെ ക്ലീനിങ് മുതൽ എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യുന്നു. ഒരു ഒരു ഡോക്ടർ സ്വന്തം സ്ഥാപനം രാവിലെ ഒന്ന് അടിച്ചു വരെ തുടയ്ക്കുക, തെറാപ്പി കഴിഞ്ഞിട്ട് പോകുന്ന പോർഷനൊക്കെ ക്ലീൻ ആക്കിയിടാന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കാരണം എൻ്റെ പ്രൊഫൈൽ അപ്പോഴും ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ജോബ് റിസൈൻ ചെയ്തിട്ടില്ല, ക്വിറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ബാക്ക് ടു, കാരണം ഞാനതിൻ്റെ സമയം ഞാൻ ലിറ്ററലി 16 hours ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നൈറ്റിൽ പോയിട്ട് അവിടുത്തെ വർക്ക് ചെയ്യും, മോർണിംഗിൽ ഇവിടുത്തെ കാര്യങ്ങളും ചെയ്യും, കൺസൾട്ട് ചെയ്യും. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്താൽ, കാരണം ഇതെങ്ങാനും സക്സസ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് തിരിച്ച് അവിടെ, കാരണം വീണ്ടും അവർ റീകോൾ ചെയ്തതാണല്ലോ, അവരെന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടി റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു ഓക്കെ പതുക്കെ നമ്മുടെ ആ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാന്നല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. മേ ബി ഞാൻ പണ്ട് നമ്മൾ പറയും
പണ്ടത്തെ നാഷണൽ സ്കൗട്ടായിരുന്നു, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലൊക്കെ നമുക്കിതെല്ലാം ചെയ്ത് ശീലമാണ്. അതിലങ്ങനെ ഒരു ചെയ്യുന്നതൊരു മോശമാണ് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ അതിപ്പം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സ്റ്റേറ്റ് സിലബസിലാണോ പഠിച്ചത്? അതെ, DPP. അതെ. അതൊന്നും അതുകൊണ്ട് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്കതൊന്നും ഒരു വിഷയമേ ഇല്ല. ഇത് മാത്രമല്ല, രാത്രി ഞങ്ങളുടെ മറ്റേ പോസ്റ്റർ കെട്ടാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും തന്നെ രാത്രി പോകും. അപ്പോൾ ഇലക്കിഴുണ്ടെങ്കിൽ ഇല പറിക്കാൻ പോകും. അപ്പോൾ അതൊക്കെ അത് ആദ്യത്തെ ഒരു വർഷത്തിലെ പകുതിയോളം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ അല്ലെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇതിനെത്ര എങ്ങനെ ഇപ്പോൾ ഒരു ടെലികോളിങ്ങിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്തത് ഒരു എക്സ്പീരിയൻസ്. കസ്റ്റമർ പേഷ്യന്റ് വരുമ്പോൾ വലിയ കാര്യമായിട്ട് എഴുതി കൊടുക്കും, ഇലക്കി നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഉള്ളിലെ ചിന്തയായിരിക്കും ഈശ്വരായി രാത്രി ഇനി ഇല പറിക്കാൻ പോകണമല്ലോ. ഞാൻ ഹസ്ബൻഡ് വിളിച്ചത് ഇന്ന് ചിലപ്പോൾ നമ്മൾ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് ഷോയ്ക്ക് പോകും. തിരിച്ചൊരു ഇങ്ങനെ ഇല മറ്റേ എരിക്കിൻ്റെ ഇല കാണുന്ന സ്ഥലത്ത് നിർത്തണം. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എത്ര നാള് കൊണ്ട് ഡോക്ടർ ഉദ്ദേശിച്ച പോലെ ആ ക്ലിനിക്ക് എത്തി? ഞാൻ വിചാരിച്ചതിലും പെട്ടെന്നായിരുന്നു. കാരണം അതിന് ശേഷമാണ് ഒരു കുറച്ച് കാലം കഴിയുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മുന്നിലേക്ക് ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് വന്നു. പുള്ളി ഒരു ലാബ് റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഡോക്ടർ ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ? ഞാൻ എന്തേ ഇങ്ങനെ നിന്നാൽ പോരെ? എന്നാൽ എനിക്ക് പതുക്കെ നമ്മളൊരു ഒന്ന് സ്റ്റേബിളായിട്ട് അടുത്ത സ്വപ്നം കാണുക എന്നുള്ള രീതി ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോസ്റ്റ് നൈറ്റിലൊക്കെ ഡോക്ടർ എന്തായാലും ഇവിടെ എൻക്വയറീസ് ഒക്കെ വരുന്നില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ പോസ്റ്റ് നൈറ്റിൽ അവരുടെ ക്ലയൻസിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിലൊന്ന് സംസാരിച്ചാലോ എന്ന് സംസാരിക്കാം. അങ്ങനൊരു ചിന്ത എനിക്ക് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആളെയും കൂട്ടി ആളെന്നെയും കൂട്ടിയിട്ട് വേണം പറയാം കിൻഡർ ഹോസ്പിറ്റലിലേക്ക്. നമ്മളിങ്ങനെ നിങ്ങളുടെ ക്ലയൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിൻ്റെ പോസ്റ്റ് നൈറ്റിൽ നമുക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ക്ലിനിക്കിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ പോയപ്പോൾ അവരുടെ എന്തിനാ അങ്ങും ഇങ്ങോ പോയിട്ട് ചെയ്യുന്നത്, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ നിന്ന് ചെയ്താലോ. വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മുന്നിൽ തുറക്കുകയാണ്. അപ്പം ഞാൻ ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി അപ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് ചാടിക്കേറി എടുക്കുക എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ട്. അതിനൊന്ന് ഞാൻ തന്നെ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും. ഞാൻ മാത്രമേ ആ മീറ്റിങ്ങിന് പോയിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ പാർട്ട്ണറോട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരിക്കലും ഒരു അലോപ്പതി ഹോസ്പിറ്റലും കൂടി ആയിട്ട് ചെയ്യാന്നുള്ളൊരു ട്രസ്റ്റ് കുറച്ചും കൂടി അവർക്കും നമ്മളൊരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ നമ്മൾ അപ്രോച്ച് ചെയ്തത്. അതെ അതെ. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? പിന്നെ അതിൻ്റെ പോസിബിലിറ്റീസും ഫീസിബിലിറ്റി സ്റ്റഡി നോക്കി അത് ഒരു വർഷം എക്സാക്റ്റ്, അതായത് 2024 ഏപ്രിൽ 22 ഞങ്ങൾ ഇവിടെ കാക്കനാട് സ്റ്റാർട്ട് ചെയ്തത്. 2025 ഏപ്രിൽ 21 ഞാൻ ആദ്യത്തെ വിളക്ക് കത്തിക്കുന്നത് കിൻഡർ ഹോസ്പിറ്റലിൽ 365 ദിവസം അവിടെ വിളക്ക് കത്തിച്ച് നമ്മൾ സോഫ്റ്റ് ലോഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്തു. കിൻഡർ പോലത്തെ വലിയൊരു ബ്രാൻഡിൽ ഒരു ഒരു 10-30 വയസ്സുള്ള പെൺകുട്ടി ആയുർവേദ ഡോക്ടറാണ്, വലിയ വലിയ പ്രൊഫൈലൊക്കെ ഉണ്ട്, പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയിലെ CMO ആണ്. അവരോട് ചെന്നൊരു കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി ചോദിക്കുകയാണ്. അപ്പോൾ അവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഓപ്പർച്യൂണിറ്റി തിരിച്ച് ഇങ്ങോട്ട് ഓഫർ ചെയ്യണം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരെന്ത് കണ്ടിട്ടായിരിക്കും എന്നെ ഓപ്റ്റ് ചെയ്തതെന്ന്? ഞാൻ കുറേ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തൊരു ക്ലിനിക്ക്, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് എനിക്ക് തരുന്നൊരു ജോലി എനിക്കറിയാവുന്ന ജോലിയാണെങ്കിൽ ഞാനതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അതെന്നെ അറിയുന്നവർക്കും അറിയാം. ഞാനതിൻ്റെ എത്ര എഫേർട്ട് ഇടാൻ എനിക്ക് മടിയുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും എനിക്കറിയില്ല അവർക്ക് എങ്ങനെയാണ് ഒരു മീറ്റിങ്ങിലേക്കൂടെ എന്നിലേക്കൊരു ട്രസ്റ്റ് വന്നത്. ഈവൻ എൻ്റെ അടുത്ത് ഇപ്പം കിൻഡർ ഹോസ്പിറ്റലിൽ കുറേ ഇപ്പം അവിടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിനെ ഞാൻ പരിചയപ്പെട്ട് കണ്ടപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഷമീത ഇവിടെ ആയുർവേദം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു 50+ ഒക്കെ ആയിട്ടുള്ള ഒരാളായിരിക്കും. കാരണം ഒരു സ്വന്തമായിട്ട് ഇത്രയും സ്പേസിലേക്ക് അവർ വരികയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്, ഇവിടെ ഒരു അസോസിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഇതാണോ ഡോക്ടർ എന്നുള്ള രീതിയിലേക്ക് ഇതൊക്കെ സാധിക്കുമോ ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതും എനിക്കൊരു, അതായത് അവരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈവൻ എൻ്റെ ബ്രാൻഡിൻ്റെ പേര് തന്നെ ഡോക്ടർ ഷമിതാസ് ആയുർവേദ എന്ന് ഞാൻ വെക്കാൻ ഇൻറ്റൻഷനലി വെച്ചത് തന്നെ എൻ്റെ പേരിലാണ് പോകുന്നത്. അപ്പോൾ അതായത് അവിടുത്തെ ട്രസ്റ്റ്, സർവീസ്, ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് മാറ്റാതെ വെക്കുന്നതും എല്ലാത്തിലും ഡോക്ടർ ഷമിതാസ് ആയുർവേദ.
ഡോക്ടർ ഷമിതയുടെ എന്തായാലും കണ്ണുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നുള്ള ഇൻഡയറക്ട്ലി മീനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതായിരിക്കാം എന്താണെന്നുള്ള കിൻഡറുകാരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇതുവരെ അവർക്കും ഒരു റിഗ്രറ്റ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യത്തെ ക്ലിനിക്ക് തുടങ്ങാൻ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എടുത്തു, അത് ബ്രേക്ക് ഇവനായി വരണം. ഇൻ ബിറ്റ്വീൻ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. എന്ത് ചെയ്തു? ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. മിടുക്കി. ഇപ്പൊ വീടിന്റെ കീഴിൽ കമന്റ് ചെയ്തു, വീട്ടിലെ പൈസ ഉള്ളവർക്ക് അങ്ങനെ എന്ത് സാധിക്കും? അങ്ങനെയായിരുന്നോ? ഞാൻ ഒരു തികഞ്ഞ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാൻ ഒരാളേ ഉള്ളൂ. അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ്റിലാണ്. പക്ഷെ അങ്ങനെ ഒരു ഉയർന്ന പോസ്റ്റിലൊന്നും ഉള്ള ഒരാളല്ല. ഒരു നോർമൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിലുള്ള ഒരാളാണ് അച്ഛൻ. ഞാനിപ്പം ഞാൻ പറഞ്ഞതുപോലെ MD എനിക്ക് കുറച്ച് അൺവോണ്ടഡ് ഈഗോ ആണോ അതോ നമ്മളിപ്പം ദുരഭിമാനം എന്താണെന്നറിയില്ല. എനിക്ക് എൻ്റെ കല്യാണം തന്നെ കുറേ എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിൽ ഉണ്ടാവണം എന്നൊക്കെയുള്ള നിർബന്ധത്തിൽ കല്യാണത്തിന് ആദ്യമേ കുറച്ച് ഗോൾഡ്, കാരണം നമുക്ക് ഗവൺമെൻറ് കോളേജിൽ MD ചെയ്യുന്ന സമയത്ത് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റൈപ്പൻഡിൽ നിന്ന് തന്നെ മാറ്റി വെച്ച് കുറേ ഗോൾഡ് വാങ്ങിക്കുക. അപ്പോൾ കല്യാണത്തിന് ഫാമിലി ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ മന്ത്ലി അതിൻ്റെ ലോൺ ഇതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അനാവശ്യ ദുരഭിമാനം. എല്ലാവരും പറയും ഒറ്റ മോളല്ലേ ഉള്ളൂ, പക്ഷേ അത് വെച്ച് ഫാമിലി ഭയങ്കര സൗണ്ടും അല്ല, അവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗ്ലിങ്ങും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ഒരു എക്സ്ട്രാ ഒരു ഭാരമാവരുത് എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ പതുക്കെ ജോലി കിട്ടിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് സേവ് ചെയ്ത് വെച്ചതിനകത്താണ് ഫസ്റ്റ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ജോലിയും റിസൈൻ ചെയ്തിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് വരുന്ന നമ്മുടെ ആ ഒരു റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് പതുക്കെ കുറച്ച് ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒക്കെ മാനേജ് ചെയ്ത് പതുക്കെ ഓടി ഈ രീതിയിലേക്കൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം സെക്കൻഡ് ക്ലിനിക്ക് കുറച്ചുകൂടി ലാർജ് ഇൻവെസ്റ്റ്മെന്റ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വന്നു. കുറച്ചും കൂടി. എന്നാലും ഞാൻ പല സ്ഥലങ്ങളിൽ ലാഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനെ ലാഭിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇൻറ്റീരിയർ ചെയ്യും. കുറച്ച് ആ രീതിയിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഐഡിയയിൽ നമ്മൾ തന്നെ അപ്പോൾ വലിയൊരു എമൗണ്ട് നമുക്ക് കുറച്ചും കൂടി ലാഭിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതെല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ പല ജോലികളും, അതായത് പല കാര്യങ്ങളും നമ്മൾ തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്ക് നടത്തുന്ന അല്ലെങ്കിൽ ഒരു റൺ ചെയ്യുന്നതിന് ഇവിടെ കൊച്ചിയിൽ അല്ലെങ്കിൽ ഇപ്പം നിയർ ബൈ ആയിട്ട് ഏറ്റവും ചെറിയ പൈസയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ പർച്ചേസ് മാനേജറും കുറേ കാലം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേ നമ്മൾ തന്നെ ഇൻവോൾവ്മെൻറ്റ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ സമയം ഭയങ്കരമായിട്ട് കൂടുതൽ, എൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭമാക്കാൻ പറ്റി. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആയിരുന്നില്ല. കാരണം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഒരുപാട് സ്ഥലത്തുണ്ട്, എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അവരുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു അസുഖത്തിൽ നിന്നും പല ആൾക്കാർക്കും അവരുടെ അസുഖം എന്താണെന്ന് പോലും അറിയാത്ത, വേദനകൾ കുറേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതിനൊക്കെ വന്ന് കൃത്യമായിട്ട് അവർക്കൊന്ന് പലപ്പോഴും ജഡ്ജ്മെൻ്റൽ അല്ലാതെ ഒരു ലിസണറായിട്ട് അവരുടെ പ്രശ്നങ്ങളെ ഏതൊക്കെ തരത്തിൽ അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫെസിലിറ്റേറ്റർ ആവാം എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങളുടെ മോട്ടോ വെൽനെസ് ഇസ് എ ജേർണി വെർ ഹെൽത്ത് ഇസ് എ ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷനിലേക്ക് ജേർണിയിൽ അക്കമ്പനി ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്രാവൽ ഗൈഡായിട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ, ഡോക്ടർ ഷമിതാസ് ആയുർവേദ. അടിപൊളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇപ്പോൾ എല്ലാവരും പറയും എൻ്റെ കൺസൾട്ടേഷൻ ഭയങ്കര സമയം കൂടുതലാണെന്നുള്ള പരാതിയായിരിക്കും കൂടുതലും എൻ്റെ സ്റ്റാഫാണെങ്കിലും. ഡോക്ടർ ഒന്ന് തെറാപ്പിക്ക് വിട്ടുവന്നിരുന്ന അടുത്ത പേഷ്യൻറ്റിനെ കേട്ടായിരുന്നു എന്നുള്ള രീതി. പക്ഷേ ഞാൻ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, എനിക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ, ഞാൻ പറയും കൃത്യമായിട്ട് ഒരാൾക്ക് പോലും അവരുടെ ഒരു അസുഖത്തിൻ്റെ ഒരു കൺസേൺ അവരോട് പറയാൻ പറ്റില്ല, അയ്യോ ഇത് പറയാൻ പറ്റിയിട്ടില്ല എന്നൊരു ഫീലോട് കൂടി ഇറങ്ങി പോകരുത്. കൃത്യമായിട്ട് അവരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവർക്ക് അപ്രോച്ചബിൾ ആവുന്ന ഒരാളായിരിക്കണം ഡോക്ടർ. ഒരു പോസ്റ്റ്നേറ്റിൽ മാത്രമല്ല എല്ലാ ട്രീറ്റ്മെൻറ്റും. ഞാൻ തമാശയ്ക്ക് പറയും, ഞങ്ങൾ കല്യാണരാമനെ നമ്മുടെ ദിലീപ് പറഞ്ഞതുപോലെ ഒരു കൊച്ചു ജനിച്ചു തൊട്ട് മരണം വരെ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യും. ഓക്കെ. നമുക്ക് ഇതുകൊണ്ടല്ലോ അല്ലേ, പോസ്റ്റ്നേറ്റിലുണ്ടല്ലോ അല്ലേ? പോസ്റ്റ്നേറ്റിലുണ്ട്. കുഞ്ഞ് ജനിച്ച ബേബി ബാത്ത് തൊട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ പോലെ നമുക്ക് ചെയ്യും. ഈവൻ ഒരു അഡോൾസൻസിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്ന ആൾക്കാർക്ക് സ്കിൻ പീഡിയാട്രിക് കേസസ് നമ്മൾ ചെയ്യാറുണ്ട്, അവർ ഇമ്മ്യൂണിറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞ് കല്യാണം എടുക്കുന്ന ആൾക്കാർക്ക് ബ്രൈഡ് ആൻഡ് ഗ്രൂം പാക്കേജസ് പോലെ. ഓ യെസ്, എല്ലാ പരിപാടിയും ഉണ്ട്. വാർദ്ധക്യമായ ജെറിയാട്രിക്, അതെ,
ജെറിയാട്രിക് കെയർ. ആൻഡ് ഈവൻ നമ്മുടെ കൂടെ ഒരു ആയുർവേദ ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലെ ഓങ്കോളജി ഹെഡായിട്ടുള്ള ഡോക്ടർ രാജ്ഗോപാൽ. അപ്പോൾ ഒരു പാലിയേറ്റീവ് ആയുർവേദിക് പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിലേക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലാത്തവർക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡോക്ടർ ഷമിതാസ് ആയുർവേദം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആവുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ മീറ്റ് ചെയ്ത ഇൻഫോ പാർക്കിലെ ആ ഒരു ഹോട്ടൽ സ്പേസിലെ ആ ഒരു വലിയ മുറിയിലേക്കുള്ള മാറ്റം. അതെ, അതെങ്ങനെയായിരുന്നു ആ ഒരു ജേണി? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ആയുർവേദം എന്നെ ഇൻവൈറ്റ് ചെയ്തത്, എല്ലാ ഓപ്പർച്യൂണിറ്റീസും എന്നെ ഇൻവൈറ്റ് ചെയ്തതാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം കാക്കനാട് ക്ലിനിക്ക് കാക്കനാട് അത്താണിയുള്ള ക്ലിനിക്ക് ഒരു വാക്കിൻ ക്ലിനിക്കാണ്. നമുക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ കിൻഡറിലാണെങ്കിലും നമുക്ക് സ്റ്റേ ഒരു ഹോസ്പിറ്റലിനകത്താണല്ലോ സ്റ്റേ. പല ആൾക്കാരും പറയാണ്ട് ഹോസ്പിറ്റലിനകത്ത് സ്റ്റേ ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവർ റിജുവിനേഷൻ തെറാപ്പിക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റേ നിങ്ങൾക്ക് അടുത്തെവിടെയെങ്കിലും, ഞാനിങ്ങനെ കുറേ Airbnb ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി, അടുത്തുള്ള ഹോട്ടൽസൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 2.5 കിലോമീറ്റേഴ്സ്, ഹാർഡ്ലി 2 കിലോമീറ്റേഴ്സൊക്കെ ഉള്ളൂ ക്ലാരിയൻ ഹോട്ടലിൽ. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ എനിക്ക് വരുന്ന എൻക്വയറീസ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ സ്റ്റേ നമുക്ക് തരണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഒരു ചോദ്യം ചോദിക്കാൻ പോയപ്പോൾ അവർ നിങ്ങളുടെ പേരെന്താ ഡോക്ടർ ഷമിതാസ് ആയിരുന്നു. അപ്പോൾ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊള്ളാലോ, നല്ല റിവ്യൂസ് ആണല്ലോ നിങ്ങളെ പറ്റിയിട്ട്. അവിടെയും ആ സമയത്ത് ഇപ്പോൾ 5 സ്റ്റാർ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഹോട്ടലാണ്, അവർക്ക് ഒരു സ്പാ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ സംഹൗ അവരുടെ സ്പാ അവർ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഡോക്ടർക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. വീണ്ടും അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ പാർട്ട്ണർ വീട്ടിലിരിക്കുകയാണല്ലേ, പാർട്ട്ണർ മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ പോവാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ വീട്ടിലെത്തിയിട്ട് ഹസ്ബൻഡോട് ഇങ്ങനൊരു സംഭവം, ഹസ്ബൻഡോട് എന്താ എല്ലാ ആൾക്കാരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്. ആദ്യം നമുക്കിങ്ങനെ എന്തായിരിക്കും അതിൻ്റെ ഫീസിബിലിറ്റി എന്നുള്ളതായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് അപ്രോച്ചബിൾ, നമുക്ക് അതിലേക്ക് ആ ഒരു സർവീസ് നമുക്ക് കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ എന്താണ്, നമുക്ക് പല പല കാര്യങ്ങൾ അറിയണമല്ലോ. ഒന്നും അറിയാതെ എടുത്ത് ചാടുന്നതും തെറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ്. അപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് സജഷൻ ചോദിച്ചു, കുറേ ബിസിനസ് കൺസൾട്ടൻറ്റ്. അപ്പോൾ എല്ലാ ആൾക്കാരും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, എന്തിനാണ് വിട്ട് കളയുന്നത്. അവരുടെ ക്ലാരിയൻ ആണെങ്കിലും ഹോസ്പിറ്റാലിറ്റിയിൽ അവർ വളരെ നല്ല രീതിയിലേക്കാണ് അവർ ചെയ്യുന്നത്. അവർക്കാണെങ്കിൽ നല്ലൊരു ക്ലയൻറ്റ് ഡേറ്റാസ് ഉണ്ട്, അവരതിനെ നല്ല രീതിയിൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മളുടെ എല്ലാ പോളിസീസും ഒക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന ആൾക്കാരാണ്. നല്ല റൂംസും കൃത്യമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു വാക്കിനായിട്ട് വരണം, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സ്ഥലമുണ്ട്. ഒരു ഇൻഷുറൻസ് ബേസിൽ ഒരു EMI ഫെസിലിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ കൈൻഡ് ഓഫ് അഡ്മിഷനിൽ ആൾക്കാർക്ക് ചെയ്യണം. വരാം. ഒരു കോസി ആയിട്ട് ആൾക്ക് ഒരു കുറച്ചും കൂടി കോസി എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസിൽ നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കുറവായിരുന്നു, ആ ഒരു ഫെസിലിറ്റി. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് ക്ലാരിയൻ എന്ന് തോന്നി. അപ്പോൾ ഓക്കെ, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നു. അതും എല്ലാം ഈ April 21st 22nd April 22nd 2026 April 22nd ക്ലാരിയൻ ഇനോഗ്രേഷൻ. ഈ ലൈഫിൽ നോ പറയുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. പലപ്പോഴും പലരും തോറ്റു പോകുന്നത് നോ പറയാൻ മടിക്കുന്നത് കൊണ്ടാണ്. ഈ നോ എന്ന് പറയുന്ന വാക്കിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് ലൈഫിൽ? യെസ് എന്ന് പറയുന്നതിനേക്കാളും നോ പറയാനാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം യെസ് പറയാൻ ഭയങ്കര ഈസിയാണ്. നോ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അയ്യോ അവർക്കത് ബുദ്ധിമുട്ടാകുമോ, അങ്ങനെ പല പല തോട്ട്സ് വരും. പക്ഷേ എവിടെ നമ്മൾ നോ പറയാൻ പഠിക്കുന്നു അവിടെയാണ് നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സാക്ട്ലി. നോ അത് 2 അക്ഷരമേ ഉള്ളൂ, പക്ഷെ അത് പറയാൻ എനിക്ക് തോന്നുന്നു നോ എന്ന് പറയുന്നതിനൊരു പ്രഷർ നമ്മൾ കൊടുക്കണം. അതാണോ ആൾക്കാർക്കൊരു ഈസിയാണ്. നോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രെസ് കൊടുത്തിട്ടാണ് നോ പറയുന്നത്. അത് പലതരത്തിലേക്കായിരിക്കും, നമുക്ക് പല രീതിയിൽ പല മോഡുലേഷൻസിൽ പറയേണ്ടി വരും നോ. അതായിരിക്കാം ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. പക്ഷേ ടച്ച് വുഡ് എനിക്ക് ആ ഒരു വലിയ രീതിയിൽ ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടില്ല. എനിക്ക് നോ പറയുന്നതിന് എനിക്ക് പണ്ട് കുട്ടിക്കാലങ്ങളിലുണ്ടെന്ന്, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഹീ ഈസ് മൈ മെൻറ്റർ ആളാണ് എനിക്കിങ്ങനെ റിയലൈസേഷൻ, നീ ഇങ്ങനെ എല്ലാ കാലത്തും ആൾക്കാരെ ഇങ്ങനെ പ്രീതിപ്പെടുത്തിയിട്ട് എന്ത് നേടാനാണ്, നിനക്ക് ഏറ്റവും കമ്മിറ്റ്മെൻറ്റ് നിന്നോടായിരിക്കണം, നീ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കണം നിനക്കൊരു ക്ലാരിറ്റി വേണ്ടത്, അതിന് നീ നോ പറയാൻ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരാളുണ്ട്. ആളാണ് എന്നെ നോ പറയാൻ പഠിപ്പിച്ചത്. പക്ഷെ അതിനുശേഷം ഭയങ്കര ഈസിയാണ്.
കുറച്ചും കൂടി ലൈഫിൻ്റെ ഫ്ലോ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെ നോ പറയണം. ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് വിജയത്തിലേക്ക് പയ്യെ പയ്യെ നടക്കുകയാണ് എന്ന് പറയാം അല്ലേ? സംഭവം എനിക്ക് പേടിയാണ് ഒരു കണ്ടംപ്റ്റഡ് ഫീലിലേക്ക് പോകുന്നത്. ഞാൻ അതിനെ ഒരിക്കലും വിജയം എന്നുള്ളത് എനിക്കറിയില്ല. മേ ബി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കുറച്ച് ഗ്രീഡി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓപ്പർച്യൂണിറ്റീസിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ വിജയത്തിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിലേക്ക് പോവാണ്. വിജയം എന്നുള്ളതിനപ്പുറത്തേക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കലും അതിനെ ആ ഒരു തരത്തിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കാറില്ല. ഓരോ മൈൽ സ്റ്റോൺസ് നമ്മൾ ചവിട്ടി കയറുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാടുണ്ട്. ഇതൊന്നും ഒന്നുമല്ല. കാരണം എത്രയോ ആൾക്കാർ ഞാൻ മീൻസ് എപ്പോഴും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ കസിനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, കാരണം അറിയാം അന്നയ്ക്കും അറിയാം, ആയുർവേദം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സെക്കൻഡറി ആയിട്ടാണ് ആൾക്കാർ ആയുർവേദ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഡോക്ടർ വേണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് ഈവൻ ഞാനും ഒരു കാലത്ത് അങ്ങനെ ആലോചിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്നെ കണ്ടിട്ട് ആയുർവേദം പഠിച്ചു കഴിഞ്ഞാലും ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ എന്നുള്ളതൊരു ഡോക്ടർ തന്നെയാണ് എന്ന രീതിയിൽ ഒരാളെങ്കിലും ഒരു ആയുർവേദം പഠിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചൊരു സയൻസിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എൻ്റെ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ എനിക്ക് അതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് ആൾക്കാർ ആയുർവേദം പഠിക്കാൻ പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആയുർവേദത്തിന് എത്തിക്കണം എന്നുള്ളത് ഞാൻ ഡ്രീം ചെയ്യുന്നതെന്നല്ലേ, അതാണ് എൻ്റെ ആഗ്രഹം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഡ്രീം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് എന്നെ കാണുന്നുണ്ടാകും, ഒരുപാട് സുഹൃത്തുക്കളെ കാണുന്നുണ്ടാകും. ഇപ്പോൾ ഡോക്ടർ കുറച്ചുകൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കുന്നുണ്ടാകും. ഞാൻ എപ്പോഴും ഈ സ്പാർക്കിൽ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവരോട് ചോദിക്കാറുണ്ട്, സാമ്പത്തിക സ്വാതന്ത്ര്യം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു വാല്യൂ എന്താണെന്ന്. ഞാൻ ഡോക്ടറുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് എന്താണ്? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമുക്ക് MRP നോക്കാതെ സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ ഒരു മിഡിൽ ക്ലാസ് മൈൻഡ് പണ്ട് തൊട്ടേ നമ്മൾ ജനിച്ച ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യണം, മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാലവും MRP നോക്കും. പക്ഷേ നമുക്ക് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്നുണ്ടാകും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതെനിക്ക് ഇന്ന് പറ്റില്ല, നാളത്തേക്ക് പിന്നെ വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതെനിക്ക് ആവശ്യമാണ്, എനിക്കിപ്പോൾ ചെയ്യാം, എനിക്കത് അഫോർഡബിലിറ്റി എന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൈസയ്ക്ക് ഡോക്ടർ കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? എല്ലാ ആൾക്കാർക്കും പൈസ ഉണ്ടെങ്കിൽ ആണ് ഒരു പരിധിവരെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പൈസ മാത്രം ഉണ്ടായാൽ പോരാ. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് രാത്രി കിടക്കുന്ന സമയത്ത് മനസ്സമാധാനത്തോടു കൂടി കിടക്കാൻ പറ്റുക, അതിന് ഒരു പരിധിവരെ പൈസയും വേണം. പൈസ ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ തന്നെ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ പൈസയും വേണം, പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്കൊരു മനസ്സമാധാനവും കൂടി വേണം. ഒരു റിലാക്സ്ഡ് ആയിട്ട് ഒരു കുറ്റബോധമില്ലാതെ ഗിൽറ്റ് ഫ്രീ ആയിട്ട്, പ്രത്യേകിച്ച് പരാധീനതകളില്ലാതെ രാത്രി മനസ്സമാധാനത്തോടു കൂടി കിടക്കുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പം ഡോക്ടറുടെയൊക്കെ ബാച്ചിലുണ്ടാവുമായിരിക്കും. ആ സമയത്തൊക്കെ നന്നായി പഠിച്ചു, പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാനൊരു പേടി, പിന്നോട്ട് വലിക്കുന്ന എന്തോ ഒരു ഘടകം. ഈ എന്തോ ഒരു ഘടകത്തെ പേടിച്ചിട്ടാണ് കുറേ പേര് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ന്യൂസിൽ കാണുന്ന കുറേ സ്റ്റോറീസ്, ഡോക്ടർ ആദ്യം പറഞ്ഞാലേ നോ പറയാനുള്ള പേടി, എസ് മാത്രം പറഞ്ഞ് ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഡോക്ടർ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഡോക്ടർ എന്ത് പറഞ്ഞു കൊടുക്കും? ഞാൻ എപ്പോഴും പറഞ്ഞ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എക്സ്പെക്റ്റ് ചെയ്യുക. വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു നോ പറയാനാണ് ബുദ്ധിമുട്ടെങ്കിൽ, നോ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ചിലപ്പം ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോവുമായിരിക്കും. അത് പോയാലും നമുക്ക് ആ നോ പറഞ്ഞതുകൊണ്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഫ്രീഡം, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം, നമുക്കൊരു സേഫ്റ്റി, സെക്യൂർ ഉണ്ടെങ്കിൽ അവിടെ നോ പറയണം. ഒരു കാര്യം ഇപ്പോൾ പല ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, എനിക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, പക്ഷേ പേടിയാണ്. ഞാൻ എന്തിനാ പേടിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാക്സിമം സംഭവിക്കാൻ പോകുന്ന ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്തായിരിക്കും? പൂട്ടിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് വേറെ ജോലി എടുത്തിട്ട് ഇപ്പം അത് വളരെ മിനിമം ഇതിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരുപാട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. പതുക്കെ നമുക്കത് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
നമുക്ക് കുറച്ചും കൂടി ഫെസിലിറ്റീസ് കൂട്ടിക്കൊണ്ടുവരാം. ഏറ്റവും മിനിമം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുക്കേണ്ട സർവീസിന് ആവശ്യമുള്ള അമ്യൂണിറ്റീസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൂട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പണിയെടുത്ത ഒരു ഇത് ഉണ്ടാവണം. അതെ. അപ്പം ഇപ്പോഴും എനിക്കിനി ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവില്ലെന്ന് എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കുണ്ടാവാം പക്ഷേ അതിനെയും മറികടക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നാളത്തേക്കുള്ള കാര്യങ്ങളെ പറ്റി ഇന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ സാധനം പോവരുത് വെച്ചാൽ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ. അത് ഉണ്ടെങ്കിൽ പോയാൽ നമ്മൾ തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനോട് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം ഫൈറ്റ് ചെയ്യുക. എത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റുമോ അതിനനുസരിച്ച് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. എന്താണ് ഇനി ഡോക്ടർ ഷമിതാസ് ആയുർവേദയുടെയും ഡോക്ടർ ഷമിതയുടെയും ഫ്യൂച്ചർ? ഡോക്ടർ ഷമിതാസ് ആയുർവേദയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കും എൻ്റെ AI ചാറ്റ് ബോട്ടിനും മാത്രം അറിയുന്ന കുറേ രഹസ്യങ്ങളുണ്ടാകും. ഞാൻ പലതരത്തിൽ എങ്ങനെയായിരിക്കണം എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഓവർ ആംബീഷ്യസ് ആണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ പണ്ടൊക്കെ ആൾക്കാർ പറയുന്ന പോലെ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടൂ എന്നുള്ളൊരു പോളിസി ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് എല്ലാ ആൾക്കാരെയും എനിക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഡോക്ടർ ഷമിതാസ് ആയുർവേദയിൽ കൂടെ എൻ്റെ വിഷണറി ഉള്ള ഒരുപാട് ഡോക്ടേഴ്സിനെ സൃഷ്ടിച്ച് എല്ലാ ആൾക്കാർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള, എല്ലാ ആൾക്കാർക്കും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതല്ലാത്ത അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ ആൾക്കാരുടെയും എല്ലാ കൺസേൺസിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഒരു മെൻ്റലി ഫിസിക്കലി ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിക്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പല സ്പേസുകൾ എല്ലാ സ്ഥലത്തേക്കും, എല്ലാ ആൾക്കാരിലേക്കും. കാരണം ഇപ്പോൾ ഞങ്ങൾ പല സ്ഥലത്തുനിന്നും ആൾക്കാർ കണക്ട് ചെയ്യുന്നുണ്ടായോ. നിങ്ങൾ ബാംഗ്ലൂർ വരുമോ? ഇപ്പം എനിക്ക് ബാംഗ്ലൂർ വരിക എന്ന് പറഞ്ഞാൽ പാടാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ ഡൽഹിയിലേക്ക് വരുമോ? ഈവൻ 2 ദിവസം മുമ്പ് പോർച്ചുഗലിൽ നിന്ന് വിളിച്ചിട്ട് പോർച്ചുഗലിലേക്ക് ഒരു എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് ആഗ്രഹം, നമുക്ക് ആലോചിക്കാം. ഏപ്രിലാണ് എൻ്റെ ഒരു മാസം. എനിക്ക് അടുത്ത ഏപ്രിൽ വരെ സമയം വേണമെന്നല്ലേ എൻ്റെ അമ്മ പറയും 2027 ഏപ്രിൽ എന്താ പരിപാടി. പക്ഷേ അങ്ങനെ എല്ലാ വർഷത്തെയും ഏപ്രിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ള ആയുർവേദ കമ്പനീസിൻ്റെ മെഡിസിൻസ് ആയിരുന്നു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബ്രാൻഡ് ഇപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ 3 സെൻറ്ററിൻ്റെ കൂടെ ഞാനൊരു നമ്മൾ ഇത്രയും നാളും പല കമ്പനീസിൻ്റെ മെഡിസിൻസ് ആയിരുന്നു കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇപ്പം കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരിലാണ് ഡോക്ടർ ഷമിതാസ് ആയുർവേദയാണ്. അപ്പോൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവുന്നതുകൊണ്ട് കുറേ ഭാഗം മരുന്നുകൾ ഞങ്ങൾ തന്നെ ഒരു മാനുഫാക്ചറിങ് കമ്പനി പോലെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വേറെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഓൺ ആയിട്ടുള്ള മാനുഫാക്ചറിങ് കൂടുതലും ഇപ്പം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഷമിതാസ് ആയുർവേദ എന്നുള്ളതായിരിക്കും ലേബൽസ് കാണുക. കുറച്ചും കൂടി നമ്മൾ റെസ്പോൺസിബിൾ ആവുക പറയില്ലേ. അതായത് എനിക്കതിൻ്റെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസിൽ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിരിക്കും ഞാൻ. എന്തൊക്കെയാണ് എത്രയൊക്കെയാണ് ഇപ്പം എത്രത്തോളം പ്രിസർവേറ്റീവ്സ് അതിൽ ചേർക്കാം. കാരണം അതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രോഡക്റ്റ്സ് എന്നുള്ള രീതിയിലേക്ക് ആൻഡ് ഒരു സസ്മിത ഹെർബ്സ് എന്നുള്ളൊരു കമ്പനിയും കൂടി ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഈ തരത്തിലേക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. എൻ്റെ MD സബ്ജക്റ്റ് ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ ആണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ എനിക്ക് ഇഷ്ടമാണ് ഡ്രഗ് ഡെവലപ്മെൻറ്റ്. അതിൽ ഞാൻ കൺസൾട്ടൻ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം, ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ ഇപ്പം ഈവൻ നമ്മളൊരു ആയുർവേദിക് ഹെയർ സ്പാ നമ്മൾ ചെയ്യുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അതിലേക്ക് യൂസ് ചെയ്യുന്ന ക്രീമായിരിക്കും. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ക്രീമാണ്, ബട്ട് അതിലെല്ലാം ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പിഡിക്യൂർ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിലും ആയുർവേദിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. മാനിക്യൂർ എല്ലാത്തിലും ആയുർവേദം വെച്ച് ഒരു സ്കിൻ കെയർ ഒരു കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ക്ലാസിക്കൽ മെഡിസിൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് പോലെ കുറച്ചും കൂടി നമ്മൾ പ്രോഡക്റ്റ് റേഞ്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ QA പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കുറച്ചുകൂടെ ചെക്ക് ചെയ്യാനും കുറച്ചുകൂടെ നമുക്ക് ഇൻവോൾവ്മെന്റ് ചെയ്യാനും പറ്റും. അതെ. അതുകൊണ്ട് ഞാനിപ്പം അടുത്ത ഏപ്രിൽ എങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. എന്താണ് ലൈഫിലെ ഒരു പ്രൗഡ് മൊമെന്റ്? കാരണം ഒരുപാട് സ്റ്റേജിലൂടെ കടന്നുപോയി. ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും MBBS പ്രതീക്ഷിച്ചിരുന്നിട്ട് ആ ഒരു റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ട്രോമ. അവിടുന്ന് എന്തെങ്കിലും ആട്ടെ ഡോക്ടർ ആകുമല്ലോ എന്നുള്ളൊരു രീതിയിൽ ആയുർവേദം പഠിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ പിന്നീട് അത് ഇഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഓൺട്രപ്രണർ
ഓണറാകുന്നു. അവിടെ നിന്നും വളർച്ച മുന്നോട്ട് ഒരുപാട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഷമിതാസ് ആയുർവേദ. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാറ് മേ ബി കുറച്ച് റിബലായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ സാർ ഇങ്ങനെ ചോദിച്ചു, ഒരു സ്വാഭാവികമായിട്ടും കണ്ണൂരുകാരിയാണല്ലോ. അതെ, എസ്പെഷ്യലി പിണറായിന്ന്. അപ്പോൾ സാർ ഇങ്ങനെ ചോദിച്ചു, ഷമിത ഇങ്ങനെയൊക്കെ ഇതാക്കുന്നത് എന്ത് മാനേജ്മെൻറ്റ് ഇതിലൊക്കെ പറയുന്ന സമയത്ത് ഒരു ആയുർവേദ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഷമിതയ്ക്ക് ഇവരോടൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഷമിതയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചോരത്തിളപ്പിൽ ഒരു ഭീഷണിയാണ്. അല്ല, സാറ് മേ ബി കുറച്ചും കൂടി അതിൽ വറീഡായിട്ട് ചോദിച്ചതാണോ എനിക്കറിയില്ല എന്താണ്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഞാൻ എന്തിനാണ് അന്നത്തെ എൻ്റെ ഒരു തോട്ട്, എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ പറയാൻ? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്കൊരു അഭിപ്രായം അല്ലെങ്കിൽ അത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ്. മേ ബി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛമ്മയുടെ ഒരു ബ്ലഡ് ഉള്ളത് കൊണ്ട് പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലെന്താ തെറ്റ് എന്നുള്ളതായിരുന്നു ഒന്ന്. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു, അയ്യോ ഇതായിട്ടില്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലേ. അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇപ്പം പല ആൾക്കാരും ഈവൻ എന്നേക്കാളും ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, എൻ്റെ ഈ ടീച്ചർ എന്നെ പണ്ട് UG ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും അവർ സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കൺസൾട്ട് ചെയ്ത് നമ്മൾ സക്സസ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ടീച്ചേഴ്സ് വിളിച്ചിട്ടൊക്കെ ഏത് മെഡിസിൻ ആയിരുന്നു കൊടുത്തത്, എനിക്ക് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ഐ ഫീൽ ഓക്കെ, എനിക്ക് എന്തൊക്കെയോ അത് നമ്മൾ അത്യാവശ്യം ഓക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. പക്ഷേ ഇതൊന്നുമല്ല അൾട്ടിമേറ്റിനറിയാം ഓക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ റീസെൻ്റ്ലി എൻ്റെ ഒരു പേഷ്യൻറ്റ് കുറച്ച് സൈക്കോളജിക്കലിയും ഒരു ട്രോമാറ്റിക് കണ്ടീഷനിലേക്കൂടെ പോയിട്ടുള്ള ആളായിരുന്നു. ആൻഡ് അതുകൊണ്ടുണ്ടായിരുന്ന സൈക്കോസൊമാറ്റിക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൾ എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നു, വേറൊരു ആയുർവേദ സെൻറ്ററിലേക്ക് പോകാനിരിക്കെ എന്തോ വഴിതെറ്റി വന്നതെന്നുള്ള രീതിയിലേക്ക് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ആൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് റീസെൻ്റ്ലി എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ധൈര്യമാണ്, ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരാമല്ലോ. അതുകൊണ്ട് എനിക്ക് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ എനിക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിയോളജിക്കലി അതിൻ്റെ ഇഷ്യൂസ് ഇല്ല, വേദനകളൊന്നും എനിക്കിപ്പോൾ അധികം വരാറില്ല. എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാം, എന്താണെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാമല്ലോ, ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് അവരുടെ കോൺഫിഡൻസ് ആയിട്ടും അവരുടെ ഒരു ലൈഫിലെ ഏതൊക്കെയോ ഒരു ചെറിയ പോയിന്റിലെങ്കിലും നമുക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയുന്നതിലുള്ളൊരു അതൊരു വലിയ പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിരിക്കാം ഒരാളുടെ ഓക്കെ അവർ ആ ഒരു സാധനം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എൻ്റെ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അതാണ്, സർവീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സർവീസ് ചെയ്ത് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇനിയും ഒരുപാട് യാത്ര മുന്നോട്ട് പോകാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറയാതെ പോകാൻ വീട്ടിൽ ചെല്ലാൻ വീട്ടിൽ പറ്റത്തില്ലെന്നല്ലേ? അങ്ങനെയല്ല, ബിക്കോസ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് തന്നിട്ട് മീൻസ് അതായത് ഞാൻ ഒരു സാധാരണ ഒരു എംപ്ലോയി ആവേണ്ടിയിരുന്ന ഒരാളെ ഇത്രയും സപ്പോർട്ട് തന്ന് എന്തിനു വേണമെങ്കിലും നടന്നോളൂ, ദാക്ഷിണേമ നടന്നോളൂ, കാർത്തികനേമ പുറകെ ഉണ്ടെന്ന് പറയുന്നത്. എന്താണ് കാർത്തികനേമയുടെ പേര് വന്നിട്ട് പറഞ്ഞില്ല? ഷിബിൻ. ഓക്കെ ഓക്കെ. അപ്പം ആളെ നമ്മൾ ഈ ഇന്റർവ്യൂവിൽ സ്മരിക്കുന്നുണ്ട്, ഇതുപോലെ ഒരാളെ ക്രിയേറ്റ് ചെയ്തെടുത്തതിന്. അല്ല, അതൊരു വലിയ കാര്യം. എല്ലാവരും പറയും തന്നെ വളരാൻ പറ്റും, തന്നെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സപ്പോർട്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ, ഒരു സോഷ്യൽ ലൈഫിൽ ജീവിക്കുമ്പോൾ കുറേ സപ്പോർട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. തീർച്ചയായിട്ടും. ഞാൻ ഈ 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ വിശക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ടേക്ക് കെയർ ചെയ്യും. ഞാൻ വീട്ടിൽ പോകുമ്പോഴേക്കും അവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ ഈ യാത്രയിൽ ഇനി മുന്നോട്ട് ഞങ്ങളും ഉണ്ടാകും ഒരുമിച്ച്. നമുക്ക് ഒരുമിച്ച്. ഞാൻ നല്ലൊരു ലിസണറായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്, ഒരുപാട് കേട്ടിരിക്കാൻ സാധിച്ചു. നല്ല ചിരിയോടുകൂടി, വളരെ ആദ്യം പറഞ്ഞു വളരെ ക്ഷമയോടുകൂടി, വളരെ സട്ടിലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡോക്ടറുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ. എനിവേ, ഡോക്ടർ ഷമിതാസ് ആയുർവേദയിലൂടെ ഡോക്ടർ ഷമിത എന്ന് പറയുന്ന വ്യക്തിയുടെ അതേ വേവലങ്ത്തുള്ള അതേ വിഷനുള്ള ഒരുപാട് പേരെ ചേർത്ത് വെച്ച് ലോകം മുഴുവൻ പടരാൻ സാധിക്കട്ടെ, ഒരുപാട് പേർക്ക് റിലാക്സേഷൻ ആവാനും റിലീഫ് ആവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഞാൻ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.